തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ പുല്ലമ്പാറ പഞ്ചായത്തിൽ വെഞ്ഞാറമ്മൂട് തേമ്പാമൂടിന്റെ സമീപ പ്രദേശമായ മരുതുംമൂട്ടിൽ നിന്നും 600 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന സർവമത തീർത്ഥാടന കേന്ദ്രമാണ് വേങ്കമല വനദുർഗ ഭഗവതി ക്ഷേത്രം. നൂറ്റാണ്ടുകളായി നിലനിന്നു പോരുന്ന കാണി വിഭാഗത്തിന്റെ ഗോത്രാചാരങ്ങളാണ് ഇവിടെയുള്ളത്. വേങ്കമലയിലെ പൂർവികരായ പൂജാരിമാരിൽ നിന്നും തലമുറകൾ കൈമാറി വന്ന ദേവി ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ദിവംഗതനായ പരമേശ്വരൻ കാണിയിൽ നിന്നും കേട്ടറിവിലൂടെ ചെറുമകനായ ആദർശ് SRന് ലഭിച്ചിരുന്ന കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആവിഷ്കരണത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. കൃപാങ്കരം ടീം. വേങ്കമല വാണരുളിയിടും സ്നേഹമയി വനദുർഗേ കണ്ടു തൊഴാനെത്തിയതാണേ ഉള്ളലിയും സ്നേഹത്താൽ. മനമെരിയും സങ്കടമാകെ ഹൃദയത്താൽ കേൾക്കുമമ്മേ കാണിക്കകൾ കാൽക്കൽ നിരത്തി കനിവിൻ പ്രഭ തേടുന്നേ. കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ.
സ്വാമി, ഏ ഇത് കഴിച്ചോളൂ. മോൾ ആരാ? ഇതെവിടുന്ന? ഇവിടത്തെ പ്രസാദമാ. സ്വാമിയെ ഇവിടെങ്ങും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ചു ദൂരേന്നാ. അമ്മയെ നേരിട്ട് കണ്ടൊന്ന് തൊഴാൻ വേണ്ടി വന്നതാ. ഒരുപാട് നാളത്തെ ആഗ്രഹം അത്. ഓ, അപ്പോ അമ്മയെ ഇതുവരെ സ്വാമി കണ്ടിട്ടില്ലേ? അമ്മയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അമ്മയുടെ കഥകളൊക്കെ പാടി പുകഴ്ത്താറുമുണ്ട്. സ്വാമി പാട്ടുപാടാറുണ്ടോ? എന്നാൽ എനിക്കും കൂടി ഒന്ന് പാടിത്തരാമോ? പിന്നെന്താ. വേങ്കമല വാണരുളുന്നു ഉപദേവതമാരോടൊപ്പം വനദുർഗാ മാതാ ശ്രീ പിന്നുഗ്രകരിങ്കാളിമൂർത്തി. അവരുടെ കഥകൾ ഞാൻ പറയാം, അറിവിൽ തെളിയുന്തോറും അവയെല്ലാം അറിയണമെങ്കിൽ കേൾക്കാനായി പോന്നോളൂ. ഇവിടെ പണ്ടായിരവില്ലി തമ്പ്രാന്റെ സാന്നിധ്യം നിറയെ കളിയാടിയിരുന്നു കാരുണ്യപ്പെരുമഴയായി. വയലിൽ പണിയും പണിയാളർ തനിമരമായി ഇവിടെ ഇരുത്തി ആയിരവില്ലി തമ്പ്രാനെ നാടിന്റെ നന്മയ്ക്കായി. അമ്മയ്ക്കായിരവില്ലി തൻ സ്ഥാനം നൽകിയതാണ്. അമ്മ ഇവിടെത്തിച്ചേർന്നൊരു നിറദേവി സാന്നിധ്യം. ദാരികനെ കൊന്നുടനെ തൻ ഭ്രമണപഥങ്ങളിലൂടെ വിഷമിച്ചു വലഞ്ഞേ വന്നൊരു ചൈതന്യ സ്നേഹാംശു. ആഢ്യത്വം ദീപാഞ്ജലിയായി നിറയുന്നൊരു ഭവനത്തിൽ പനമൂട്ടിൽ തറവാട്ടിൻ്റെ ചാരത്തായി വന്നമ്മ. ദാഹജലം ചോദിച്ചെന്നാൽ നൽകിയതില്ലവരാരും. ദൂരേക്കു തുരത്താനായി കലിതുള്ളി കൈ ചൂണ്ടി. അമ്മ പിന്നെ
അപമാനിതയായി പോയി മാതാവാസവിധത്തിൽ കരളുരുകും വേപധുവോടെ നടകൊണ്ടു വേഗത്തിൽ അങ്ങകലെ കാണുകയായി വേങ്കമലക്കുന്നോരം അവിടേക്കു നടക്കണമെന്നും കരുതുന്നു മനതാരിൽ. ചോപ്പിൻ തെറ്റിപ്പൂങ്കുലകൾ കുന്നായി പൂക്കുന്നോ, ചന്തത്തിൻ നിറവിൽ ഗഗനം പീതാംബരമണിയുന്നോ. വേങ്കമലക്കുന്നിനെ നോക്കി സ്മേരത്തൊടു നിന്നമ്മ അവിടെ ചെന്നണയാനായി വേഗം നടകൊണ്ടമ്മ. ചന്തം ചമയും പൂങ്കുലകൾ വഴി നീളെ മിഴിനീട്ടി ദേവിക്കായി പ്രകൃതിയൊരുക്കി പൊൻതാലപ്പൊലിമേളം. ദാഹിച്ചു വലഞ്ഞൊരു നേരം കുന്നിൻ ചുവടെത്തിപ്പോയി അന്തിക്കൂടണയും കിളികൾ അമ്മയ്ക്കായി സ്തുതി പാടി. ഒരു പറ്റം മാനുഷരവിടെ വേല കഴിഞ്ഞെത്തിപ്പോയി അവർ നൽകി ഇളനീരമൃതും ആദരവിൻ വിശറികളും. കുലയൊന്നു പഴുപ്പിക്കാനായി അവർ വച്ചതുമന്നേരം പഴമായി പൊരിയും നൽകി അമ്മയ്ക്കു വിശപ്പാറി. അവരവിടെ കുടിയാന്മാരായി പണി ചെയ്യും കാണിക്കാർ. രാജാവിൻ വയലേലകളെ പൊന്നാക്കും വേലക്കാർ. അവർ പിന്നെ കണ്ടതുമില്ല, കാണാനായി നിന്നില്ല. സന്തോഷച്ചിരിയോടമ്മ എവിടേക്കോ മാഞ്ഞേ പോയി. കാലം നദിയായി പാഞ്ഞേ പോയി, കാഴ്ചകളും മാറിപ്പോയി. കാണിക്കാർ അറിയാതവിടെ വന്നണയാറുണ്ടമ്മ. കേൾക്കാനും മിണ്ടാനും കഴിയാത്തൊരുവൻ കുന്നിന്മേൽ ദേവി ചൈതന്യം കണ്ടു പലവട്ടം പല ദിക്കിൽ. സംസാരിക്കാനവനാകില്ലെന്നാലും പറയുന്നു. കയ്യാങ്ക്യം കാട്ടിയുമകലെ ചൂണ്ടി കാണിച്ചിട്ടും അവരാരും കണ്ടതുമില്ല കേട്ടതുമില്ലൊരു നാളിൽ. അവനെയും കാണാതായി മലയിലവൻ മാഞ്ഞേ പോയി.
അവനെ കാണാതാവാറുണ്ടങ്ങനെ ചില നേരത്ത്. അതുകൊണ്ടവരാരും അതിനെ കാര്യത്തിലെടുത്തില്ല. അങ്ങനെ നാളോരോന്നായി കൊഴിയുന്നു, വിടരുന്നു. ഉത്സവനാളും വന്നെത്തി, ആഘോഷം പൊടിപൂരം. ഉത്സവനാൾ കാണിക്കാർക്ക് എല്ലാവർക്കും സന്തോഷം. എങ്ങനെയാണ് ആഘോഷങ്ങൾ അങ്ങേക്കും അതറിയാമോ? അന്നത്തെ ഉത്സവനാളിൽ കൊടുതിയുടെ സമയത്ത് തുള്ളിയുറഞ്ഞു ഒരു കാണി കാര്യങ്ങളും അറിയാനായി. താനവിടെ കുടികൊള്ളുന്നൊരു ഭഗവതിയാളാണെന്നും തൻ ദാസൻ മുത്തൻ കാണി തന്നോടൊത്തുണ്ടെന്നും. മിണ്ടാനും കേൾക്കാനും കഴിയില്ലെങ്കിലും അന്നേരം ജന്മം സഫലീകൃതമായി ദേവിയുടെ ദാസനുമായി. അതു കേട്ടു നടുങ്ങി കാണികൾ തമ്മിലവർ ചോദിച്ചു, തനിമരമായിരവില്ലി എവിടെ പോയി വിടില്ലേ? അപ്പോൾ മറ്റൊരുവൻ തുള്ളി അരുളപ്പാടും ചെയ്തു, താനായിരവില്ലി തമ്പാൻ ഇവിടെ തന്നുണ്ടല്ലോ. വനദുർഗയ്ക്കായൻ പീഠം ഞാൻ നൽകിയൊഴിഞ്ഞിടാം. ഇവിടേതെങ്കിലും ഒരു കോണിൽ ഇടമേകിയിരുത്തേണം. ദേവിക്കായി ആയിരവില്ലി തൻ സ്ഥാനമൊഴിഞ്ഞെന്നോ. ആയിരവില്ലിത്തറ പിന്നെ വനദുർഗയ്ക്കായെന്നോ. വനദുർഗാസ്ഥാനമൊരുക്കാൻ കാണിക്കാർ നിൽക്കുമ്പോൾ വീണ്ടും തുള്ളുന്നൊരു കാണി കാര്യങ്ങൾ പറയുന്നു. പല നാളായി ദേവീ രൂപം ഇവിടെല്ലാം കാണുന്നു. കാര്യങ്ങൾ ആരായാനും കേൾക്കാനും കഴിയുന്നു. അറിവായവ ആംഗ്യത്താലേ ചൊല്ലി ഞാനെന്നാലും നിങ്ങൾക്കത് വെളിവായില്ല, എന്നാവോ തിരിയില്ല. അമ്മേ കാണാനൊരു നാളിൽ ഞാൻ പോയി മലമുകളിൽ. ഈറ്റക്കാൽ വെട്ടാനെന്നൊരു കാരണവും ഞാൻ കരുതി. അന്നെന്നോടമ്മ പറഞ്ഞു, മോനെ നീ പോകേണ്ട, എന്നോടൊത്തിവിടെ ഇരിക്കൂ, നിൻ സ്നേഹമെനിക്കറിയാം. അന്നു മുതൽ ഞാനവിടുത്തെ പാദങ്ങൾ കാക്കാനായി കൂടെ തന്നെല്ലാ നേരവും കഴിയാനായി ആശിച്ചു. വനദുർഗാ ദർശന ഭാഗ്യം കിട്ടുന്നൊരു സ്ഥാനത്ത് എന്നെ കുടികൊള്ളിക്കേണം പ്രിയമക്കൾ കാണികളെ. അതു കേട്ട് കാണികൾ ചൊല്ലി, അങ്ങനെ തന്നാവട്ടെ, അങ്ങേക്കായി നൽകാം ഞങ്ങൾ വനദുർഗാ സാമീപ്യം.
പൂജകളും പൂമാലകളും അങ്ങേക്കായർപ്പിക്കാം. സന്തോഷത്തോടെ വിടുന്ന് നിലകൊള്ളണമീ നടയിൽ. പിന്നവിടെ സ്ഥാനം കണ്ട് പീഠങ്ങളൊരുക്കിയവർ. കരിങ്കാളി മൂർത്തിയൊരരുകിൽ എതിർദിക്കിൽ വനദുർഗ. പിന്നീടുപദേവന്മാരെ ഓരോരോ പീഠത്തിൽ പൂജകളാൽ ആവാഹിച്ചു കുടികൊള്ളിച്ചവരന്ന്. ഉപദേവന്മാരുടെ നിരയിൽ ഗണപതി ദേവൻ മുമ്പൻ. തേങ്ങയുടെ ചർച്ചന ചെയ്താൽ വിഘ്നങ്ങൾ മാറ്റിയിടും. ആഴിയൊരുക്കിയിടും പിന്നീടവിടെയതു ഹോമിക്കും. പ്രാർത്ഥനകൾ ഹോമപ്പുകയായി ആകാശം പൂകിയിടും. രണ്ടാം പീഠത്തിലെ ദേവൻ വനശാസ്താവാണിവിടെ. ശബരിമല വാണരുളുന്ന വനദീപ്തി ചൈതന്യം. കാണിക്കാർ പൂജകൾ ചെയ്യും ശനിദോഷം മാറ്റാനായി. കിഴിയെള്ളോ തേങ്ങാമുറിയിൽ നീരാഞ്ജനമായെരിയും. യോഗീശ്വരനാണിവിടത്തെ മൂന്നാമൻ ഉപദേവൻ. നാരങ്ങകൾ വെറ്റകൾ നൽകി കെട്ടുകളെ മാറ്റിയിടും. യോഗത്തിൻ നിദ്രയിലാണ്ടൊരു ചൈതന്യം ശിവരൂപം. യോഗങ്ങൾ മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു ചിത്രൂപൻ. കന്നിച്ചാവും പ്രേതവുമാണവിടുത്തെ ദേവന്മാർ. ആൽത്തറയിലും ആൽമരമേലും കളിയാടും മോദത്താൽ. ചാപിള്ളകൾ കന്നിച്ചാവും പ്രേതവുമായി മാറിയിടും. അമ്മ പൂജാരികളാണേ ആ നടയിൽ കാര്യക്കാർ. കരിവളയും ചാന്തും പാവയും തൊട്ടിലുമായി ഭക്തർ വരും. ആൽക്കൊമ്പിൽ തൊട്ടിലു കെട്ടും കാണിക്കകളർപ്പിക്കും. ഉണ്ണി പിറക്കാനും കുട്ടികൾ നന്നായി വസിക്കാനും ഇവിടെ കൈകൂപ്പിത്തൊഴുവാം ഭസ്മമിടിയിൽ ചെയ്തിടാം. അവിടുള്ളത് നമ്മുടെ ദേവൻ ആയിരവില്ലിത്തമ്പാൻ. ദേവീ രക്ഷകനായി സ്വയമേ നിലകൊണ്ടു തനിമരമായി. വെണ്ണിറമോലുന്നൊരു മുണ്ടുകൾ രുദ്രാക്ഷം അവിൽ പഴവും. ഉത്സവനാൾ കുലവാഴകളും ആ നടയിൽ നൽകിയിടും.
ചാത്തൻ എരുമപ്പാൽ കൊതിയുള്ളോൻ നടമാടും ബാലകനയ്യോ കുസൃതികൾ തൻ രാജാവും മുട്ടായികൾ പലതരമവിടെ നൽകാറുണ്ടറിയാമോ പാവകളും പന്തും നൽകും ചാഞ്ചാടിക്കളിയാടാൻ കളിയാടും കുട്ടിയെയാണോ ദൈവത്താനാക്കുന്നു പൂജാ ജപസേവകളവിടെ നൽകുന്നതു വെറുതെയോ അതു പറയരുതയ്യോ പാവം കളി കാട്ടിടുമെന്നാലും മനമുരുകും സങ്കടമെല്ലാം തീർക്കും മമ ദൈവത്താൻ സേവയ്ക്കായി പൂജയ്ക്കായും വന്നണയും ഭക്തന്മാർ കാണിക്കാർ സേവ നടത്തും ഭക്തന്മാർ പ്രാർത്ഥിക്കും പിന്നീടേതുപദേവതയാണവിടുത്തെ പീഠത്തിൽ സങ്കൽപ്പവും എന്താണെന്നും പറയാനായി അറിയാമോ പിന്നുള്ളതു മറുതത്തമ്പ്രാൻ നായ്രൂപം പൂണ്ടിടുവോൻ ദുർമരണം പൂകിയവർക്കാണീ പീഠം ചേരുന്നു വറപ്പൊടിയാണിഷ്ട നിവേദ്യം അവൽ മലരും ശർക്കരയും ഗുരുസിക്കോ കുങ്കുമരക്തം അഭിഷേകം ചെയ്യുന്നു എല്ലാ ഉപദേവന്മാരും ഇവിടെ കുടികൊള്ളുന്നു ചൈതന്യം വർദ്ധിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഇനിയുള്ളതു രക്ഷസ്ദേവൻ ഇളനീർനേദ്യം നൽകും രക്ഷസിൻ ശാപം തീരാൻ വന്നു തൊഴാറുണ്ടാൾക്കാർ പഞ്ചിയമ്മ ദേവി വിഗ്രഹമുണ്ടിവിടെ പ്രാർത്ഥിക്കാൻ പിച്ചിപ്പൂമാല പടുക്ക നൽകാറുണ്ടമ്മയ്ക്കായി പിന്നുള്ളത് ഭൂതത്താനാണ് അഭിഷേകം ഭസ്മത്താൽ മലർപ്പൊരിയും പഴവും നൽകി പ്രിയമോടെ പ്രാർത്ഥിക്കാം എന്താണീ ഭൂതത്താനോടിവിടുള്ളോർ പ്രാർത്ഥിപ്പൂ ഭക്തർ തൻ നേർച്ചകളെന്താണവിടുത്തേക്കറിയാമോ ത്വക്ക് രോഗം മാറാനായി പ്രാർത്ഥിപ്പൂ മനുഷ്യന്മാർ ശമനത്തിനായവർ നേർച്ചകൾ നൽകിയിടും മടിയാതെ ലോകമഹാനടനത്താലെ കണ്ണേറുകൾ മാറ്റുന്നോൻ കന്നുകിടാങ്ങൾ തൻ ദോഷം മാടൻ മാറ്റിയിടുന്നു അപ്പൂപ്പൻ നിലകൊള്ളുന്നത് ക്ഷേത്രത്തിനകത്തല്ല അതിനെന്താ കാരണമെന്നും അവിടുത്തേക്കറിയാമോ ഇവിടുത്തെ പാലകനായി നിൽക്കും ശിവചൈതന്യം കാട്ടാളൻ തന്നുടെ രൂപം കൈക്കൊള്ളും അപ്പൂപ്പൻ പാക്കും വെറ്റിലയും നൂറും കള്ളും നാം നൽകുമ്പോൾ ഉദ്ദിഷ്ട കാര്യവിചാരം സഫലീകൃതമായിടും പഴവും പൊരിയും ശർക്കരയും നൽകിയിട്ടും വന്നിക്കാം താമ്പൂലാർച്ചനയും നൽകി കൈകൂപ്പിപ്പോന്നിടാം നെൽക്കതിരും പാളത്തൊപ്പിയും നേർച്ചകളായി നൽകുമ്പോൾ നെൽവയലോ സ്വർണ്ണക്കതിരാൽ സമ്പന്നവുമായിടും നാഗത്താന്മാരുണ്ടിവിടെ ശിവരൂപവുമുണ്ടല്ലോ ഉപദേവന്മാരായവരും നിലകൊള്ളുന്നുണ്ടല്ലോ ഈശാന കോണിൽ കുടികൊള്ളുന്നുണ്ടു മഹാദേവൻ മൃത്യുഞ്ജയ മന്ത്രം കേട്ടാലുള്ളലിയും ജഗദീശൻ
ഉഗ്രപ്രതാപത്താലേ വാണരുളും നിന്നാലും ഭക്തർക്കായി കരുണാതലമായി വിടരുന്നു മഹാദേവൻ. ഇളനീരും വെള്ള നിവേദ്യവും അർപ്പിച്ചും പ്രാർത്ഥിക്കാം. സംതൃപ്തനായിടുമെന്നാൽ മുക്കണ്ണൻ മമദേവൻ. നൂറും പാലും നൽകിയിടും നാഗർക്കും കൂട്ടർക്കും. ആയില്യപ്പൂജ നടത്തും മംഗല്യം വന്നണയാൻ. പിന്നുള്ളവരാരാണെന്നും പറയാമോ ആചാര്യ? പൂജകളും നേർച്ചയുമെന്താണവിടുത്തേക്കറിയാമോ? ഒരു കൂട്ടം ആത്മാക്കളുടെ പീഠം അവിടുണ്ടല്ലോ. അറകുലയെന്നാലേ പറയാം ദുർമരണ പ്രേതങ്ങൾ. ഉത്സവനാൾ വന്നണയുമ്പോൾ പല നേർച്ചകൾ, പല പൂക്കൾ, പല കൂമ്പാരങ്ങൾ നിരത്തും അവൽ മലരും ശർക്കരയും. ഇനിയുള്ളത് യക്ഷീപീഠം, അമ്മയ്ക്കു പ്രിയങ്കരിയാൾ. പിച്ചിപ്പൂവണിയാനിഷ്ടം, ഇളനീർ കൊണ്ടഭിഷേകം. ദേവീ മാതാവും മൂർത്തിയും എതിർദിശയിൽ ദർശിക്കും. ബിംബങ്ങൾ കാണുന്നിവിടെ, കാരണവും പറയാമോ? ദേവീഭാവം തുല്യത്തിൽ നിലനിർത്തുകയാണിവിടെ. വനദുർഗ ശാന്തസ്വരൂപി മൂർത്തിക്കോ രൗദ്രതയും. ഇരുഭാവം കാട്ടിടുമെന്നാൽ ഇരുരൂപവും ഒന്നാണേ. ഭക്തന്മാർ മുമ്പിലണഞ്ഞാൽ ക്ഷിപ്രവരം നൽകിടുമേ. ദുർഗയ്ക്കു നടത്തും പൂജകൾ കാളിക്കും നൽകുന്നു. ബാധദോഷങ്ങളെയെല്ലാം തീർക്കുന്നു കരിങ്കാളി. ഉച്ചാടന പൂജയ്ക്കായി തേങ്ങയുമായി വന്നെന്നാൽ ആവാഹിച്ചകലെ കളയും ദോഷങ്ങളുടെ ദൗർഭാഗ്യം. മൂർത്തിക്കു നടത്തും പൂജകൾ പല രീതിയിലെന്നാലും ശത്രു സംഹാര പൂജ ഏറെ ഗുണം നൽകുന്നു. രക്തത്തിനു പകരം നൽകാം ചോപ്പിറ്റും പൂങ്കുലകൾ. പുഷ്പാഞ്ജലിയായവ പാദം മൂടിക്കും കാണിക്കാർ. പിന്നെന്താണവിടെ പൂജകൾ? പറയൂ പ്രത്യേകതകൾ. പല ദിക്കിൽ നിന്നവിടെ ജനം എത്തിടുമെന്നറിയുന്നു. കോഴികളും ചെമ്പട്ടുകളും നൽകുന്നു ഭക്തജനം. ദോഷങ്ങളെ മാറിപ്പെയ്ത്ത് അവസാനിച്ചിടാനായി പല പൂജകളും നൽകുന്നു, പല നേർച്ചകൾ നൽകുന്നു. എന്നാലോ മാനസ പൂജയും അർപ്പിക്കണമെല്ലാരും. ഒരുവന്റെ മനസ്സിൻ ശുദ്ധത, സ്നേഹം, ഭക്തി, ദയവ് എല്ലാം അറിയുന്നുണ്ടമ്മ ഭക്തപ്രിയവന ദുർഗ. കാർഷിക വിളകൾ നൽകുന്നു കൗളവ പൂജാവിധിയും. പ്രകൃതിക്കും മക്കൾക്കായും വാഴുന്നു പൊന്നമ്മ. മുത്തന്നടയെന്നു പറഞ്ഞൊരു ഭവനം ഇവിടുണ്ടല്ലോ. അവിടുത്തെ പ്രത്യേകതകൾ പറയാമോ ആചാര്യ? വനദുർഗാദർശന ഭാഗ്യം കിട്ടുന്നൊരു സ്ഥാനമിത്. മുത്തൻ നടയാമിവിടുത്തെ ചൈതന്യം മുത്തൻ താൻ. ദേവിക്കായ ആരാധനകൾ ചെയ്യുന്നൊരു നേരത്ത് എല്ലാം കാണാനായവനും കൺമുന്നിലിരിക്കുന്നു. ഇവിടുത്തെ ഉത്സവമെന്നാണതുമൊന്നു പറഞ്ഞു തരൂ. ആചാരം പലതുണ്ടല്ലോ, അതുമങ്ങയ്ക്കറിയാമോ?
ചിങ്ങത്തിൽ 2-ാം ബുധനിൽ ഉത്സവമാണറിയാമോ? നാനാമത വിശ്വാസികളും ഇവിടേക്കായി വന്നണയും. 3 കവുങ്ങുണ്ടാവാറുണ്ടിവിടുത്തെ കൊടിമരമായി. ഭക്തന്മാർ നേർച്ച നടത്തും, കൊടിമരവും നൽകിയിടും. മലമുകളിൽ അമ്മയ്ക്കായും ആയിരവില്ലിക്കായും ചുറ്റും വാണരുളിയിടുന്ന ദേവന്മാർക്കായിട്ടും. നാട്ടുകയായി കൊടിമരമോരോന്നോരോരോ സ്ഥാനത്തായി. കെങ്കേമം ആഘോഷങ്ങൾ, ഉത്സവമോ പൊടിപൂരം. എങ്ങനെ ഈ കൊടിമരമെല്ലാം ക്ഷേത്രത്തിൽ കൊണ്ടുവരും? എവിടുന്നു മുറിച്ചിടുന്നവരാണു മുറിക്കുന്നോർ? മേളത്തിൽ പൂത്താലങ്ങൾ, വണ്ടികളും ആൾക്കാരും. കൊടിമരം ഇവിടെ കൊണ്ടെത്താൻ ദൂരേക്കായി പോകുന്നു. വാദ്യാദികളോടെ മുറിക്കും കവുങ്ങിൻ തടിയന്നേരം. തറയിൽ തട്ടാതെ പിടിക്കും എല്ലാരും ചേർന്നിട്ട്. 1000-1000 ഭക്തർ ഒത്തൊരുമിച്ചണയുന്നു. വണ്ടികളിൽ കൊടിമരമിവിടെ കൊണ്ടെത്തിക്കാനായി. വഴിനീളെ ഭക്തജനങ്ങൾ പൂത്താലങ്ങളുമായും ദീപപ്രഭയാലും അവരെ വരവേൽക്കാൻ കാത്തിടും. ആഡംബരയാത്രകളായോ ഈ ദേശത്തെത്തുന്നു? കൊടിമരവും നാട്ടുന്നുണ്ടത് എവിടെയെന്നറിയാമോ? വേങ്കൈകൾ വിഹരിക്കുന്നൊരു വേങ്കമലക്കുന്നോരം. അവിടുത്തെ മലയിൻ മുകളിൽ കൊടിമരമൊന്നർപ്പിക്കും. ഭഗവതിയെ മുത്തൻ കണ്ടൊരു ഇടമാണാക്കുന്നോരം. ഭഗവതി തൻ മൂലസ്ഥാനം സവിശേഷം സമ്പന്നം. ഉത്സവദിനം പടുക്ക സമർപ്പിച്ചവരെല്ലാം പ്രാർത്ഥിക്കും. നിറദീപത്തിരികളുമായി കൈകൂപ്പിത്തൊഴുതിയിടും. അവിടുത്തെ കൽവിംബത്തിൽ പൂജകളും ചെയ്യുന്നു. ഉത്സവ ദിനങ്ങളിൽ മാത്രം ആ കുന്നിൽ കയറുന്നു. പിന്നെന്താണ് അവിടെ പോയാൽ ആരും പോകാറില്ലേ? പിന്നുള്ളതും എവിടെ നാട്ടും പറയാമോ ആചാര്യ? പിന്നാരും പോകാറില്ല, പോകാനും കഴിയില്ല. പിന്നീടാ കുന്നിൻ പുറമോ വിജനത്തിൻ തീരങ്ങൾ. പിന്നീടൊരു കൊടിമരമിവിടെ 1000 ദേശത്തിലെ ദേവന്മാർക്കായി ക്ഷേത്രത്തിൻ മുറ്റത്തും. ചാർത്തിച്ചമയിച്ചിടുന്നു കാണിക്കാർ പുത്രന്മാർ. പിന്നെ കവുങ്ങിൻ തുണ്ടാലെ മുടിപ്പുരയും കെട്ടുന്നു. ആദ്യ ദിനം മുടിപ്പുര കെട്ടി കുടിയിരുത്തി പ്രാർത്ഥിക്കും. ആകാശക്കാഴ്ചയിലപ്പോൾ മുടിക്കല്ലു തെളിഞ്ഞിടും. എന്താണു മുടിപ്പുരയെന്ന് പറയാമോ ആചാര്യ? ദേവിക്കായി കെട്ടുകയാണോ? ആചാരവും എന്താണ്? 7 ദിനം വ്രതമായി നിന്നും പ്രാർത്ഥിച്ചും കഴിയുന്നോർ കാണിക്കാർ കവുങ്ങു മുറിച്ചിട്ടേഴായി കീറുന്നു. ഓരോ തുണ്ടിനെയും ചൊവ്വേ മുടിക്കല്ലിൻ രൂപത്തിൽ വൃത്താകൃതമായി കെട്ടി ഓലകളും മേയുന്നു. പഞ്ചവർണ്ണ പട്ടും പൂക്കളും ഹാരങ്ങൾ തോരണവും ചാർത്തിച്ചമയിക്കലുമുണ്ടേ ആ ദേവീ സവിധത്തെ.
ചാറ്റുപാട്ടും മുഖരിതമാകും ഉത്സവമോ കെങ്കേമം. ചുറ്റും ഉപദേവന്മാർക്കോ പടുക്കകളും നൽകിയിടും. ഉത്സവ ദിവസം പിന്നെന്താണിവിടുത്തെ വിശേഷങ്ങൾ? അവയെല്ലാം അറിയാമെങ്കിൽ പറയാമോ ആചാര്യ? തങ്ങളുടെ കുലാചാരങ്ങൾ എന്നെന്നും പാലിക്കാൻ കാണിക്കാർ മക്കൾ തന്നെ മുൻകൈയുമെടുക്കുന്നു. രണ്ടാം നാളായിരവില്ലിത്തമ്പ്രാന്റെ തിരുമുമ്പിൽ നിറപറയും കുലവാഴകളും കാണിക്ക നിരത്തുന്നു. അതിനും പിന്നീടവരെല്ലാം മുത്തൻ തറയിൽ പോയി ഗുരുവാകും മുത്തൻ കാണിയെ താണുവണങ്ങിടുന്നു. മൂന്നാം നാൾ വെള്ളക്കിഴക്കിൻ ആകാശത്തെത്തുമ്പോൾ പൊങ്കാലകളർപ്പിക്കാനായി ഭക്തർ വന്നണയുന്നു. പൊങ്കാലയൊരുക്കങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ? അതു ചെയ്യാൻ ആൾക്കാരിവിടെ എത്തിച്ചേരാറുണ്ടോ? പൊങ്കാലയൊരുക്കത്തിനായി പല ദിക്കിൽ നിന്നുള്ളോർ പല മതവിശ്വാസികളെല്ലാം എത്തിച്ചേരാറുണ്ടേ. സന്ധ്യാസമയം ബാലന്മാർ ഉരുൾ നേർച്ച സമർപ്പിക്കും. ക്ഷേത്രത്തിൻ നടയിൽ നിന്നവർ ഉരുൾ നേർച്ച തുടങ്ങിയിടും. രാവിൻ യാമങ്ങളിലൊന്നിൽ ഉപദേവന്മാർക്കെല്ലാം അവിൽ പൊരിയും പൂവും നീരും നൽകാനായവരണയും. ആഘോഷക്കാറ്റിനൊപ്പം ചാഞ്ചാടും എല്ലാരും തേരുവിളക്കെത്തിച്ചേരും പല ദിക്കുകളിൽ നിന്നും. തേരുവിളക്കല്ലാതെന്താണിവിടുത്തെ ആഘോഷം? താലപ്പൊലി കതിരിൻ കാള എല്ലാം ഇവിടുണ്ടല്ലോ. കതിരാൽ മെനയും കാളകളും ഇവിടേക്കായി വന്നിടും. ആഹ്ലാദ പെരുമഴ പൊഴിയും ഈ നാട്ടിൻ ഹൃദയത്തിൽ. എല്ലാരും ആഘോഷത്താൽ ചുറ്റിനുമായി പ്രാർത്ഥിക്കും. വാദ്യക്കാർ അവരോടൊപ്പം മേളത്തൊടു നിലകൊള്ളും. പുലർവേളയിൽ താലപ്പൊലി തൻ നിറകതിരുകൾ കാണാകും. ദീവെട്ടികൾ വാദ്യക്കാരും അവരൊപ്പം ചേർന്നിടും. ദേവി എഴുന്നള്ളാനായി എല്ലാരും കാത്തിടും. പൂജാരി ദേഹം പൂകും ആ സമയം വനദുർഗ. പിന്നെന്താണിവിടെ വിശേഷം? മാതാവിവിടെത്തുമ്പോൾ എല്ലാവർക്കും കാണാമോ പ്രാർത്ഥന തൻ പുണ്യത്താൽ? മുടിപ്പുരയോ കുലുങ്ങിത്തുള്ളും മാതാവിടണയുമ്പോൾ ഉപദേവതമാരും കാളീം അരികത്തായെത്തിയിടും. ഉറഞ്ഞങ്ങവർ തുള്ളിപ്പാടും മൂന്നുവലം വച്ചിടും. മോക്ഷപ്രാപ്തരുമായിടും കാഴ്ചക്കാരെല്ലാരും. മൂന്നുവലം കഴിയുമ്പോഴേ മുടിപ്പുരയിൽ കയറിയിടും. അമ്മയുടെ ചേതന പിന്നെ അവിടെ കുടികൊണ്ടിടും. അറിവില്ല തെറ്റുകളെല്ലാം മാപ്പാക്കണമെന്നോതും. ഉപചാരം ചൊല്ലിയടയ്ക്കും ആ തിരുനട കാണിക്കാർ. പിന്നെന്നാണാ നടയിങ്കൽ പൂജ തുടങ്ങിയിടുന്നു. കൈകൂപ്പിത്തൊഴുവാൻ ഭക്തർ എത്തുന്നതുമെന്നാണ്. വരുമാണ്ടിൽ വീണ്ടും വരണേ പൊന്നമ്മേ മാതാവേ.
ഇപ്പോൾ വിട ചൊല്ലുന്നെന്നും പറയുന്നു കാണിക്കാർ. 7 ദിനം മാനടയിങ്കൽ ആരും പോകാറില്ല. പിന്നവിടെ പുൽക്കൊടി പോലും ചാഞ്ചാടിപ്പാടില്ല. അമ്പലമോ പിന്നെപ്പോഴും മൗനത്തിൻ താഴ്വാരം. 7-ാം നാൾ പിന്നിട്ടെന്നാൽ ഭക്തജന പെരുമഴയായി. വൃശ്ചികമാസം ക്ഷേത്രത്തിൽ പ്രത്യേകത പലതുണ്ടേ. വൃശ്ചികമാണേ കാണിക്കാർ ദർശിച്ചതും അംബികയെ. മാതാവിൻ രൂപം പൂണ്ട് മലയരികിൽ വന്നമ്മ മക്കളുടെ സ്നേഹത്താലേ ഉള്ളു കുളിർത്തപ്പോഴേ. വൃശ്ചികമാസം ക്ഷേത്രത്തിൽ പ്രത്യേകത പലതുണ്ടേ. ആചാരങ്ങൾ പലതുണ്ടേ കാണിക്കാർക്കാമാസം. ഒരു ബാലൻ 30 നാളുകൾ ക്ഷേത്രത്തിൽ കഴിയുന്നു. മുത്തൻ കാണി സങ്കൽപ്പം അവനിൽ കുടികൊള്ളുന്നു. ക്ഷേത്രത്തിനകവും പുറവും മാത്രമവൻ വാഴുന്നു. ഉപ്പില്ല അന്നം മാത്രം ഭോജനമാക്കിയിടുന്നു. സൂര്യോദയമാകും മുൻപ് എഴുന്നേറ്റു കുളിക്കേണം. അമ്മയ്ക്കു നിറത്തിയിടേണം കാർത്തിക പൂങ്കൂമ്പാരം. 21 വേണം ഈ പൂക്കൾ അമ്മയ്ക്കായി. അവയെ തിരുമുന്നിൽ വച്ച് സാഷ്ടാംഗ നമസ്കാരം. പണ്ടമ്മയണഞ്ഞ ദിനത്തിൽ അവർ നൽകിയതീ പൂവ്. അതിനോർമ്മ പുതുക്കാനായി കാർത്തിക പൂവർ നൽകും. 1 മുതൽ 30 വരെയും 21 ഈ പൂവു സമർപ്പിച്ചിടും. പൂജകളും ചെയ്തിടും. പുറപ്പെടാ ശാന്തി എന്നാണേ ആ ബാലനു പേരപ്പോൾ. അമ്മയ്ക്കായി പൂജ നടത്തും അവനാ മാസം മുഴുവൻ. 30-ാം നാളുപദേവർക്ക് പടുക്കകളും നൽകിയിടും. പ്രിയതോടിക്കക്ഷിത്തറയിൽ പൂപ്പടയും നൽകിയിടും. ഇലഞ്ഞിമരത്തിന്നിലയാദ്യം മഞ്ചാടിയിലക്കൂട്ടോം. മുകളിൽ കുന്നോളം പൂക്കൾ നിരയൊപ്പിച്ചവർ വയ്ക്കും. പിന്നീടാ പൂക്കൂട്ടത്തെ യക്ഷിക്കായർപ്പിക്കും. അതിലമ്മ സംപ്രീതയുമായി തീർന്നിടും മടിയാതെ. അങ്ങനെയാ വൃശ്ചികമാസം ആചാരം കഴിയുമ്പോൾ വ്രതമെല്ലാം നിർത്തിയ ബാലൻ ഗേഹം പൂകിയിടുന്നു. പണ്ടമ്മ ചെന്നൊരു വീട് പനമൂട്ടിൽ തറവാട്.
അവിടുള്ളൊരു പനയുടെ മൂട്ടിൽ ഇന്നുണ്ടൊരു ദേവി നട. ആ ക്ഷേത്രത്തിൻ പീഠത്തിൽ വനദുർഗാദേവതയെ ആവാഹിച്ചെത്തിച്ചിട്ട് പൂജകളും നൽകുന്നു. എന്നാൽ പണ്ടത്തെ കാര്യം വനദുർഗ മറന്നില്ല. വെള്ളം നൽകാതവർ വിട്ടതും ആക്ഷേപിച്ചതുമെല്ലാം കാണിക്കാരാണെന്നമ്മയെ സൽക്കാരത്തികവോടെ ഊട്ടിയതും മുള്ളലിയിച്ചതും ആ സ്നേഹം തീരില്ല. അതിനാൽ തന്നവിടെ പൂജകൾ കാണിക്കാർ ചെയ്തിടും. ഉത്സവ ദിനമെത്തും നേരം അവരവിടേക്കെത്തിയിടും. വേങ്കമലക്കുന്നിൻ താഴെ കാണാമൊരു കാട്ടുവഴി. കാൽനടയായി അതുവഴി അവരും എത്തിയിടും മടിയാതെ. തിരുവാഭരണത്തിൻ പെട്ടികൾ എല്ലാം അവർ കൊണ്ടുവരും. ദേവിക്കണിയിച്ചു ചമച്ച് പൂജകളും നൽകിയിടും. കാണിക്കാർ തന്നാണവിടെ പൂജകൾ തൻ കാര്യക്കാർ. വേങ്കമല ആചാരത്തിൻ പൂജകളാണവിടെയും. പാട്ടും പാടും പ്ലാത്തി മുടിപ്പുരയും കെട്ടിയിടും. അമ്മയപ്പോൾ പ്രീതയുമാകും സന്തോഷം എല്ലാവർക്കും. മംഗളമായി ഉത്സവമെന്നാൽ തിരുവാഭരണങ്ങളുമായി അവർ തിരികെ വേങ്കമലയ്ക്ക് കാൽനടയായി പോയിടും. കരുണാമയ്യാണേ അമ്മ, കൃപതൻ കടലാണമ്മ. ആപത്തിൻ പടിയിൽ നിന്നും കരയേറ്റും പൊന്നമ്മ. പാടിത്തീരാനാവില്ല എഴുതിത്തീർത്തിടാനും. കടൽ പോലെ നിറയൂ അമ്മേ, നീ അഭയം പൊന്നമ്മേ. വേങ്കമല വാഴും ദേവി, നിൻ കൃപതൻ പൊൻപ്രഭയാൽ എന്നെ കാത്തരുളിടേണേ സർവേശ്വരി ശ്രീദേവി. എന്നെ കാത്തരുളിടേണേ സർവേശ്വരി ശ്രീദേവി. എന്നെ കാത്തരുളിടേണേ സർവേശ്വരി ശ്രീദേവി. എന്നെ കാത്തരുളിടേണേ സർവേശ്വരി ശ്രീദേവി. മോൾക്ക് അമ്മയുടെ കഥകൾ ഇഷ്ടമായോ? ആ, ഇഷ്ടായി. അല്ല, സ്വാമി ഇതുവരെ ഇവിടൊന്നും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ അമ്മയുടെ കഥകളൊക്കെ ഇത്ര വിശദമായി പറഞ്ഞു തന്നത്? എന്നും ഞാൻ അമ്മയെ മനക്കണ്ണിൽ കാണാറുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അമ്മ കാട്ടിത്തന്നിട്ടുമുണ്ട്. സ്വാമി ആളൊരു ദിവ്യൻ തന്നെ. ഇടിമിടുക്കി, മോളുടെ വീടെവിടെയാ? ഇവിടെ തന്നെയാ. ദേവിക്ക് മാല ചാർത്താൻ സമയമായി. ഞാൻ പോട്ടെ. മാല മോളാണോ കൊണ്ടു കൊടുക്കുന്നത്? ആ. സ്വാമി പാട്ടൊക്കെ പാടി തന്നിട്ട് മോളുടെ പേര് പറഞ്ഞില്ലല്ലോ. നന്ദിരമേദിനി വിശ്വവിനോദിനി നന്ദനുദേ ഗിരിവര വിന്ധ്യ ശിരോദിനി
രമ്യകപർദിനി ശൈലസുരേ